Hello, it's me KP Rashik. ഈ വീഡിയോ ട്യൂട്ടോറിയലിലൂടെ ഇന്ന് KP കൺസൾട്ടൻസി എന്ന ഒരു കമ്പനി അവരുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പം എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ മുന്നേ ഉള്ള വീഡിയോകളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തത് ഗുഡ്സ് ട്രേഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം അവരുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതായിരുന്നു. സോ ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ട്രാൻസാക്ഷൻസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഡാറ്റ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡാറ്റയിൽ ഇവിടെ KP കൺസൾട്ടൻസി എന്ന ഒരു സ്ഥാപനം അവരുടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, അവരുടെ കോച്ചിങ് ക്ലാസ്, ടാലി പ്രൈമിന്റെ കോച്ചിങ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ അക്കൗണ്ടിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ടാക്സേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ചെയ്തത് കേരളത്തിലാണ്. GST രജിസ്ട്രേഷൻ ഉള്ള ഒരു കൺസൾട്ടൻസിയാണ്. ഓക്കെ, അവര് 3 സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ സർവീസുകളും ഓരോ വിധ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഈ KP കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്ത സർവീസുകൾ എങ്ങനെ ടാലിയിൽ റെക്കോർഡ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ടാലി കാണാൻ പറ്റും. ടാലിയാണിത്. ടാലിയിൽ നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. ആദ്യം KP കൺസൾട്ടൻസി എന്നൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. സോ ഞാനിവിടെ KP എന്നുള്ളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ. സോ ഞാൻ ഇവിടുന്ന് കമ്പനി എന്നതിന് താഴെ ക്രിയേറ്റ് ഉണ്ട്. ഓക്കെ, അതെടുക്കും. അതെടുത്തതിന് ശേഷം ഈ KP കൺസൾട്ടൻസി എന്നുള്ളത് കോപ്പി ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, പിന്നെ കേരളത്തിലായതുകൊണ്ട് കേരള കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഇനി സംശയമുള്ളവർക്ക് അത് കാണാം. ഓക്കെ ഓക്കെ പിന്നെ 1st ഏപ്രിലാണ് തുടങ്ങുന്നത്. ഈ ഒരു സ്ക്രീന് അക്സെപ്റ്റ് ചെയ്തു. സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ഒരു സ്ക്രീന് വന്നിട്ടുണ്ട്. കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നൊക്കെ പറയുന്നുണ്ട്. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്, യെസ് മെയിൻറ്റെയിൻ ചെയ്തോട്ടെ, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇൻവെന്ററി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകതയില്ല. സോ ഞാനിവിടെ ഓഫ് ആക്കുകയാണ്, അതായത് നോ കൊടുക്കുന്നു. ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. സോ ഞാനിവിടെ ഇൻവെന്ററി നോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, യെസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എനേബിൾ ചെയ്യണം. കാരണം GST പ്രൊവൈഡ്, അതായത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾക്ക് GST ഉണ്ട്. മാത്രമല്ല ഇവർ GST രജിസ്ട്രേഷൻ ഉള്ള ഒരു പാർട്ടിയുമാണ്. സോ ഞാൻ യെസ് കൊടുക്കുന്നു. ഓക്കെ, കേരളത്തിൽ രജിസ്ട്രേഷൻ ഉള്ള പാർട്ടിയാണ്, റെഗുലർ ടാക്സ് പെയർ ആണ്. GST ആപ്ലിക്കബിൾ ഫ്രം എന്നുള്ളത് 1st ഏപ്രിലാണ്. ഇവിടെ GST IN ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ അത് കോപ്പി ചെയ്യുന്നു, ഇത് പേസ്റ്റ് ചെയ്തു. മന്ത്ലി ആണ് ഇവരുടെ GST റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. സോ മന്ത്ലി കൊടുത്തു. അതേപോലെ ബാക്കിയുള്ളതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. കമ്പനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. KP കൺസൾട്ടൻസി എന്ന് പറഞ്ഞ ഒരു കമ്പനി ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഈ കമ്പനിയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ എൻട്രികൾ റെക്കോർഡ് ചെയ്യണം. സോ എൻട്രികൾ റെക്കോർഡ് ചെയ്യാൻ വോച്ചേഴ്സ് എടുക്കുക. വോച്ചേഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായതുകൊണ്ട് നമ്മുടെ സെയിൽസ് എന്നുള്ള വോച്ചറിൽ നമുക്ക് എൻട്രി ചെയ്യാം. സെയിൽസ് വോച്ചറിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ ഇൻവെന്ററി മോഡ് ഓഫ് ആക്കി അഥവാ നോ കൊടുത്തത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഐറ്റം വൈസ് ഇൻവോയ്സ് അല്ല ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ചേഞ്ച് മോഡ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് 2 രീതിയിലേ കാണാൻ പറ്റുള്ളൂ. ലിസ്റ്റ് ഓഫ് മോഡിൽ അവിടെ യെസ് ആണ്, അഥവാ ഇൻവെന്ററി മോഡ് നമ്മൾ കമ്പനി ക്രിയേഷൻ സ്കില്ലിൽ യെസ് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഐറ്റം ഇൻവോയ്സും കൂടെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുമായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഓഫ് ആക്കിയത്. സോ നമുക്കിവിടെ അക്കൗണ്ടിങ് ഇൻവോയ്സ് ആണ് വേണ്ടത്. സോ ഫസ്റ്റ് ട്രാൻസാക്ഷന് നമ്മൾ ടാലി പ്രൈം കോച്ചിങ് ക്ലാസ് ഒരു സ്റ്റുഡന്റിന്, അരുൺ എന്നൊരു സ്റ്റുഡന്റിന് 20,000 rupees ആണ് വാങ്ങിയത്. അവരോട് 18% GST ഉള്ള കോച്ചിങ് ക്ലാസ് ആണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്തത്. സോ അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പാർട്ടി അക്കൗണ്ട് നെയിം എന്നുള്ളിടത്ത് അരുൺ ആണ്. Alt C പ്രസ് ചെയ്തുകൊണ്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. അരുൺ, അവരെ നമ്മുടെ ഡെപ്റ്റേഴ്സ് ആണ്. സോ ഡെപ്റ്റർ സെലക്ട് ചെയ്യുന്നു. ഇവർക്ക് രജിസ്ട്രേഷൻ ഇല്ല, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. സോ അൺരജിസ്റ്റേർഡ്. ഓക്കെ, അക്സെപ്റ്റ് ചെയ്തു. ഈ സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്തു, ഈ സ്ക്രീനും അക്സെപ്റ്റ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണ്. അതായത് ഗുഡ്സ് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നെയിം ഓഫ് ഐറ്റം എന്നാണ് ഉണ്ടാല്. ഇവിടെ ഈ ഒരു KP കൺസൾട്ടൻസിയുടെ ഐറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സർവീസ് ഐറ്റം എന്ന് പറയാം. സർവീസ് ഐറ്റം എന്നുള്ളത് കോച്ചിങ് ക്ലാസ് ആണ്. ഓക്കെ, ടാലി പ്രൈം കോച്ചിങ് ക്ലാസ് ആണ് ഇവിടെ ഐറ്റം ആയിട്ട് കണക്കാക്കുന്നത്. സോ അത് ഞാൻ കോപ്പി ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. Alt C പ്രസ് ചെയ്തു, ലെഡ്ജർ എന്നുള്ളിടത്ത് ഞാൻ ഇത് പേസ്റ്റ് ചെയ്തു. ടാലി പ്രൈം കോച്ചിങ് ക്ലാസ്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്റ്റ് ഇൻകം ആണ്. ഓക്കെ, സോ ഡയറക്റ്റ് ഇൻകത്തിന്റെ അണ്ടറിലാണ് ഞാൻ കൊടുക്കുന്നത്. സോ ഡയറക്റ്റ് ഇൻകം നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തു. GST ആപ്ലിക്കബിൾ ആണോ? തീർച്ചയായിട്ടും ആപ്ലിക്കബിൾ ആണ്. സെറ്റ് ഓർ ആൾട്ടർ GST ഡീറ്റെയിൽ സെറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അത് തീർച്ചയായിട്ടും സെറ്റ് ചെയ്യണം. സോ യെസ് കൊടുത്തു.
ഡിസ്ക്രിപ്ഷന് നമ്മളിവിടെ ഇത് തന്നെ കൊടുത്തു. HSN നമ്മൾ നോക്കുക, HSN 8754 അത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇത് നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. ഓക്കെ, ടാക്സബിലിറ്റി ടാക്സബിൾ ആണ്, ടാക്സബിൾ കൊടുത്തു. 18% ആണ്. സോ 18% ഇൻ്റഗ്രേറ്റഡ് ടാക്സിൽ കൊടുത്ത സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും 9% നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് ടൈപ്പ് ഓഫ് സപ്ലൈ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സർവീസ് ചൂസ് ചെയ്തു, എൻ്റർ ചെയ്തു. അപ്പോൾ ടാലി പ്രൈം കോച്ചിങ് ക്ലാസ് എന്നുള്ള ഐറ്റം ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഞാനിവിടെ എമൗണ്ട് കൊടുക്കണം. 20,000 rupees ആണ് ഈ ഒരു സർവീസ് കോച്ചിങ് ക്ലാസ്സിൽ നമ്മൾ അതായത് KP കൺസൾട്ടൻസി വാങ്ങുന്നത്. 20,000. ഇനി വേണ്ടത് GST റെക്കോർഡ് ചെയ്യലാണ് വേണ്ടത്. കാരണം 20,000 പ്ലസ് 18% GST ആണ് കോച്ചിങ്ങിന്റെ ഫീസ്. സോ കോച്ചിങ് CGST, അതായത് അരുൺ എന്നുള്ളത് കേരളത്തിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. സോ കേരളത്തിലാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ CGST SGST ആണ് വാങ്ങുന്നത്. ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ്. സോ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. സോ Alt+C പ്രസ് ചെയ്യുന്നു. CGST എന്നുള്ള ലെഡ്ജർ ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിന്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് ലെഡ്ജർ GST ആണ്. ടാക്സ് ടൈപ്പ് സെൻട്രൽ ടാക്സ് ആണ്. ഇവിടെ കാൽക്കുലേഷൻ ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, റൗണ്ടിങ് മെത്തേഡ് നോർമൽ റൗണ്ടിങ് ആസ് പെർ GST ആക്ട് അലൗഡ് ആണ്. 1 വരെ അലൗഡ് ആണ്. സോ 1 കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 1800 എന്ന് വന്നിട്ടുണ്ട്. 20,000 9% ഇവിടെ റെക്കോർഡ് ആയിട്ടുണ്ട്. ഇനി SGST ആണ് നമുക്ക് വേണ്ടത്. Alt+C പ്രസ് ചെയ്യുന്നു. SGST എന്നുള്ള ഒരു ലെഡ്ജർ ഉണ്ടാക്കുന്നു. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. GST ആണ്. ടാക്സ് ടൈപ്പ് സ്റ്റേറ്റ് ടാക്സ് ആണ്. പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ഇവിടെ കൊടുക്കുന്നില്ല. നോർമൽ റൗണ്ടിങ് കൊടുക്കുന്നു. 1 കൊടുക്കുന്നു. ഓക്കെ, ആ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ആയി. 1,800 ഇവിടെ ടാക്സ് SGST എന്ന അക്കൗണ്ടിലേക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 23,600 കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ട്രാൻസാക്ഷൻ ഞാൻ ഇവിടെ സേവ് ചെയ്യാണ്. അത് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ പ്രൊവൈഡഡ് അക്കൗണ്ടിങ് സർവീസസ്. അക്കൗണ്ടിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഷോപ്പിംഗ് സെന്റർ, ത്വയ്ബ ഷോപ്പിംഗ് സെന്റർ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് KP കൺസൾട്ടൻസിയുടെ അക്കൗണ്ടന്റുമാർ അക്കൗണ്ടിങ് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 10,000 rupees ആണ് ചാർജ് ചെയ്തിട്ടുള്ളത്. സോ അതെങ്ങനെ റെക്കോർഡ് ചെയ്യാനാണ് നോക്കുന്നത്. പാർട്ടി അക്കൗണ്ട് നെയിം എന്നുള്ളത് ത്വയ്ബ ഷോപ്പിംഗ് സെന്റർ എന്നാണ്. അത് കോപ്പി ചെയ്യുന്നു. ത്വയ്ബ ഷോപ്പിംഗ് സെന്റർ. നമുക്ക് ഇവിടെ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, Alt+C പ്രസ് ചെയ്യുന്നു. ഇതിപ്പോൾ നേരത്തെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണ്. സോ സൺഡ്രി ഡെപ്റ്റേഴ്സ് ചൂസ് ചെയ്തു. അതായത് ഇവരുടെ രജിസ്ട്രേഷൻ റെഗുലർ ആണ്. GST നമ്പർ ഉള്ള പാർട്ടിയാണ്. സോ GST കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഓക്കെ, അത് കൊടുത്തു. ഈ സ്ക്രീൻ ആക്സെപ്റ്റ് ചെയ്തു. ഈ സ്ക്രീനും ആക്സെപ്റ്റ് ചെയ്തു. ഇനി എന്താണ് നമ്മുടെ അക്കൗണ്ടിങ് സർവീസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ അക്കൗണ്ടിങ് സർവീസസ് എന്നുള്ളത് കോപ്പി ചെയ്യുന്നു. ഇവിടെ Alt+C പ്രസ് ചെയ്ത് ഐറ്റം ക്രിയേറ്റ് ചെയ്യാണ്. അക്കൗണ്ടിങ് സർവീസസ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ഇൻകം ആണ്. ഓക്കെ, നോട്ട് ആപ്ലിക്കബിൾ. GST ആപ്ലിക്കബിൾ ആണോ? അതെ. സെറ്റ് ചെയ്യണോ? GST റേറ്റ് സെറ്റ് ചെയ്യണോ? അതെ. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ അക്കൗണ്ടിങ് സർവീസസ് HSN കോഡ് നമ്മൾ നോക്കുക. HSN കോഡ് 4152 ആണ്. 4152 നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുന്നു. ഇത് ടാക്സബിൾ സർവീസ് ആണ്. 18% ആണ്. സോ CGST SGST 9% ചാർജ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ഓഫ് സപ്ലൈ സർവീസസ് ആണ്. ഓക്കെ, ഈ ഒരു അക്കൗണ്ടിങ് സർവീസസ് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് 10,000 rupees-നാണ് സർവീസ് പ്രൊവൈഡ് ചെയ്തത്. 10,000 പ്ലസ് GST. ഓക്കെ, 10,000 കൊടുത്തു. ഇനി നമ്മൾ ലെഡ്ജർ GST ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. സോ ഓൾറെഡി CGSTയുടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. CGST ചൂസ് ചെയ്യുന്നു. അപ്പോൾ 9,900 എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ SGSTയുടെ ലെഡ്ജർ ചൂസ് ചെയ്തു. 900 വന്നിട്ടുണ്ട്. സോ ഈ ഒരു എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സ്ക്രീൻ ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ട്രാൻസാക്ഷനാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അതായത് KP കൺസൾട്ടൻസി എന്നുള്ള സ്ഥാപനം ടാക്സേഷൻ സർവീസസ് അൽഫാബ് ഹോൾഡിംഗ് ഡോറിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അൽഫാബ് ഹോൾഡിംഗ് ഡോർ കർണാടകയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ GSTIN ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ KP കൺസൾട്ടൻസി കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം അൽഫാബ് ഹോൾഡിംഗ് ഡോർ കർണാടകയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ IGST ആണ് കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ടാലി എടുക്കുന്നു. ടാലി എടുത്ത് ടാലിയിൽ നമ്മൾ പാർട്ടി അക്കൗണ്ട് നെയിം എന്നുള്ള എടുത്ത് നമ്മൾ അൽഫാബ് ഹോൾഡിംഗ് ഡോർ എന്നുള്ള ലെഡ്ജർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അൽഫാബ് ഹോൾഡിംഗ് ഡോർ ആണ് ഞാനിവിടെ ഈ ഒരു പേര് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തു. Alt+C പ്രസ് ചെയ്തുകൊണ്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണ്. ഇവർ കർണാടക ആയതുകൊണ്ട് കർണാടക ചൂസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, റെഗുലർ ടാക്സ് പെയർ ആണ്. GSTIN നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് ആക്സെപ്റ്റ് ചെയ്തു. ഇത് ആക്സെപ്റ്റ് ചെയ്തു. ഇനി അടുത്ത സർവീസ് ആണ്. സർവീസ് ഏതാന്ന് നോക്കുന്ന നമ്മൾ ടാക്സേഷൻ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് ചൂസ് ചെയ്തു.
എന്നിട്ട് Alt C പ്രസ് ചെയ്തുകൊണ്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ഇൻകം ആണത്. ഡയറക്റ്റ് ഇൻകം ചൂസ് ചെയ്തു. ഓക്കെ, ആപ്ലിക്കബിൾ ആണ്. അൾട്ടർ ചെയ്യണമെന്ന് ചോദിക്കുന്നത്, അത് അൾട്ടർ ചെയ്യണം. ഓക്കെ, HSN 4153 അല്ലേ, 4153 ആണ്. 4153 നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുന്നു. ടാക്സബിൾ ആണ്. ഇന്റഗ്രേറ്റഡ് ടാക്സ് 18%. CGST SGST ഇവിടെ കാണാൻ പറ്റും 9%, 9% വന്നിട്ടുണ്ട്. ഓക്കെ, സർവീസസ് ആണ്. സർവീസസ് ചൂസ് ചെയ്തു. ഓക്കെ, ഇതൊരു ഓക്കെ, ഇത് 12,000 റുപ്പീസിനാണ് പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ കളക്ട് ചെയ്യേണ്ടത് IGST ആണ്. നമ്മൾ ജസ്റ്റ് CGST ചൂസ് ചെയ്ത് നോക്കാം. CGST ഞാനിവിടെ ചൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒന്നും വരുന്നില്ല, കാരണം IGST ട്രാൻസാക്ഷൻ ആയതുകൊണ്ടാണ്. ഇത് ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അൽഫ ഫോൾഡിംഗ് ഡോർ എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ സ്റ്റേറ്റ് എന്നുള്ളത് കർണാടക കൊടുത്തിട്ടുണ്ട്. അതുപോലെ GST IN 33 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടാലി ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി SGST നമുക്ക് ചൂസ് ചെയ്ത് നോക്കാം. SGST ഒന്നും വരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് IGST എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. Alt C പ്രസ് ചെയ്യുന്നു. IGST എന്നുള്ളത് കൊടുത്തു. അത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് അണ്ടറിലാണ്. GST ആണ്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ടാക്സ് ആണ്. പെർസെന്റ് കാൽക്കുലേഷൻ ഒന്നും കൊടുക്കുന്നില്ല. നോർമൽ റൗണ്ടിങ് അലൗഡ് ആണ്. 1 കൊടുക്കുന്നു. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2160 എന്ന് വന്നിട്ടുണ്ട്. ഈ CGST രജിസ്ട്രേഷൻ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടതില്ല. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിച്ചു തരുള്ളൂ. ഓക്കെ, ഇപ്പോൾ 2160 എന്ന് വന്നിട്ടുണ്ട്. സോ ഞാൻ ഈ എൻട്രി സേവ് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് ഈ ഒരു ട്രാൻസാക്ഷൻസ് നമ്മൾ KP കൺസൾട്ടൻസി എന്ന ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ റെക്കോർഡുകൾ നമ്മൾ ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്ന് എടുത്ത് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ എൻട്രികൾ, അക്കൗണ്ടിങ് സർവീസസ്, ടാലി പ്രൈം കോച്ചിങ് ക്ലാസ് പ്രൊവൈഡ് ചെയ്ത് ടാക്സേഷൻ സർവീസസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ബാലൻസ് ഷീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്നുള്ളത് നമ്മൾ ടാക്സ് കളക്ട് ചെയ്ത എമൗണ്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. CGST IGST എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് സർവീസ് ഇൻഡസ്ട്രിയിൽ റൺ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ സർവീസിന്റെ എൻട്രിയുടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.